എല്ലാവർക്കും ഒരു ഹൈ പോകും. ഇന്നാണ് പോകുന്നത് ടോം റൈഡർ കിങ് എന്ന ആനിമയുടെ എപ്പിസോഡ് 3 ഓക്കെ. എപ്പിസോഡിന്റെ ആദ്യം തന്നെ റോയ് കെൻഷിക്ക് ഒരു കോൾ ഓർഗനൈസേഷൻ എന്നാണ് അവൻ ആ ടോംബിൽ വന്നത് പറയുമ്പോൾ മനസ്സിലായി. എന്ന പ്രോഫസിയിൽ ആ ജാപ്പനീസ് വഴി നിന്റെ അടുത്തുകൊണ്ട് അവൻ മുൻപ് വന്നതാണ് എന്നത് മനസ്സിലാക്കി. അതുപോലെ ആൽക്കഹോളിൽ നിന്ന് കെയർഫുൾ ആകുക, കാരണം ആ റെലിക്കിന്റെ കാരണമാണ്. എന്നാൽ ഓൾറെഡി അതൊക്കെ നടന്നു പോയിരുന്നു. അവനോട് കലിപ്പ് മേടിച്ചിട്ട് നിൽക്കണം. അപ്പോഴാണ് അവിടെ മുഴുവൻ ഷേക്കാകാൻ തുടങ്ങി, ഒരുപാടധികം സോഡ് വരാനായിട്ട് തുടങ്ങി. അവിടെ മുഴുവൻ അങ്ങനെ ഒന്നായി. റെലിക്ക് പോലെയല്ല വെൽക്കം ചെയ്ത്, ഇത് കുറച്ച് ഡേഞ്ചറാണ് എന്നത് അവന് മനസ്സിലായി. അവിടെ ഉള്ളവരെ പേടിച്ച് നിൽക്കുകയാണ്. ഇതിലൊന്നാണ് മുറമസ സോഡ്. അത് സെങ്കോക്കോ എഡോ എറയിലോ ഉള്ള സോഡ് സ്മിത്തുകാർ ഉണ്ടാക്കിയതാണ്. അതിന്റെ ഷാർപ്പ്നെസ് എന്നത് വളരെ കൂടുതലാണ്. അത് കൾച്ചഡ് സോഡായിട്ട് ഉള്ളതായിരുന്നു. അത് അവരുടെ 3 ജനറേഷൻ ഇല്ലാതാക്കി. അവളാണ് ഒരു ഇൻഫർമേഷൻ അവന്റെ ബോഡി റെലിക്ക് കാരണം അറ്റാക്ക് ചെയ്യണം എന്ന്, ഉടനെ ഇത് തീർക്കണം എന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ പോയിട്ട് എവിടെയെന്ന് അറിയാതെ ക്ഷീണിച്ചു പോയി. ഇത് വളരെ വലുതാണല്ലോ. അവന്റെ ഉള്ള ഗോൾഡൻ ആക്സിൽ വെച്ച് പോലും അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആ റോയ് കെൻഷി അവൻ അത് കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. അവന് പേര് അറിഞ്ഞൂടെ, റിപ്പബ്ലിക് ഓഫ് പെൻഡ് എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉടനെ അവനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു പോകെ ഒരു സൗണ്ട് അവനടുത്തേക്ക് ചെന്ന് നോക്കി. ഒരുപാട് പേര് ഒരു കുഴിയിൽ ആകപ്പെട്ടു. ആ റെലിക്കിന്റെ കഴുത്തിൽ അഫക്റ്റായ ഒരു പെണ്ണ് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കണം. അവരും മനസ്സിലായി കാര്യം. അപ്പോൾ അടുത്തൊരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. സാക്രിഫൈസ് ചെയ്തതാണ് ഇങ്ങനെ ഒന്ന് വരുത്തിച്ച്. അവരോട് തന്നെ നിങ്ങൾ ഇതിലേക്ക് ആരെങ്കിലും തള്ളിയിട്ടതാണോ എന്ന് ഇനി അതേന്ന് പറയുകയാണ്. ഒരു വീടായ സോങ് പാടിയതിനു ശേഷം ആണ് അവൾ ഇങ്ങനെ ആയത്. അവന് മനസ്സിലായി അപ്പോൾ എനിക്ക് ഇനിയും ചാൻസ് ഉണ്ട്. അവൻ പിന്നെ റോയ് കെൻഷിന്റെ നിന്നാണ് എടുത്ത ആ റെലിക്ക് അത് ഉപയോഗിക്കാൻ ടൈമായി എന്ന് പറഞ്ഞാൽ എടുക്കുകയാണ്. അതൊരു റോപ്പ് ഷേപ്ഡ് ബ്രേസ്ലെറ്റ് ആണ്. അത് സിസ്റ്റർ സൺ ബ്രദർ മൂൺ എന്ന സിബ്ലിങ്സിനെയാണ് റെഫറൻസ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ മൂച്ചി എന്നൊരു ടൈഗർ സിസ്റ്റർ സണ്ണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നു. ഓടി വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്റെ ബ്രദറിനെ കൂട്ടിയിട്ട് ഹെവനിൽ നിന്ന് വന്നൊരു റോപ്പ് അതിൽ വഴി രക്ഷപ്പെട്ടു. ഇതൊക്കെ അവരുടെ കഥകളാണ്, നമുക്കത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോഴാണ് അവന്റെ 4ാമത്തെ സ്കില്ല് ഓപ്പൺ ആവുന്നത്. അതെന്നത് ഏതൊരു റെലിക്കും അവൻ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരുന്നു. അതുപോലെ സ്റ്റീൽ ചെയ്യുന്ന സക്സസ് റേറ്റ് ഇൻക്രീസ് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം എഫ്രാങ്ക് ആണ്. ടോംബിൽ നിന്ന് സക്സസ് ആയിട്ട് പുറത്തു പോയാൽ ഒരു റിവാർഡ് ഉണ്ട് എന്നൊക്കെ കണ്ടിട്ട് അപ്പോൾ പണി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നേരെ പോയി ആ പെൺകുട്ടിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കുറച്ചു നേരം അവളെ അറ്റാക്ക് ചെയ്യുന്നില്ല, കാരണം ഡിഫൻസ് ചെയ്താണ് പോകുന്നത്. അവൻ അവളെ ഉപദ്രവിക്കണമെന്ന് ഒരു ഉദ്ദേശമില്ല, കാരണം അവൾക്കത് ബാധിച്ചതാണ്. അവസാനം ആ റെലിക്ക് അതങ്ങനെ കഴിഞ്ഞു. അവള് നോർമലായിട്ടുണ്ട്. അവരോട് ആ റിപ്പബ്ലിക് ഓഫ് ബെൻഡ് അയാൾ എങ്ങോട്ടാണ് പോയതെന്ന് ഒരുത്തൻ ആ ബ്രിഡ്ജ് വഴി പാസ് ചെയ്ത പോയി എങ്കിൽ അത് പിടിക്കാനുള്ള സമയമായി. അവന് മനസ്സിലായി അയാൾക്ക് ഓഫീസർ റെലിക്ക് യൂസറായ ആരോ കൂടെ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നത് മനസ്സിലായി. അവളെ പുറത്തു വിടുമെന്ന് പറയേ അവൻ ആ റോപ്പ് തിരിച്ചെടുത്ത് അവരോട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാനെ ഹെൽപ്പ് ചെയ്യാം, എന്നാൽ പകരമായിട്ട് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ചിരിക്കണം. അതേസമയം റോയ് കെൻഷി അവന്റെ പ്രോഫസി പറയുന്നത് കറക്റ്റായിട്ട് എവിടെയാന്ന് അറിയില്ല. ഏകദേശം ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ചു. സ്ഥലം കിട്ടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുന്നു. അവിടെ ഏറ്റവും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ആ ജാപ്പനീസുകാരൻ വന്നാലും കാര്യമില്ല, ഇനി അത് ഹെൻഡിയാണ് എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അവിടെ നോക്കാനായിട്ട് തുടങ്ങി. കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, ഒരുപാടുണ്ട്. എവിടെന്ന് പറഞ്ഞ് നോക്കാനാ, അവളുണ്ട് ഒരുപാട് സൗണ്ട്. അവ നോക്കിക്കൊണ്ടിരിക്കെ ആ തള്ളിയിട്ട് അവരങ്ങോട്ട് വരുന്നു. നിങ്ങളെങ്ങനെ ഇവിടെ കൊല്ലാൻ നോക്കുന്നോടാ പട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള എല്ലാവരും അവനെ ചവിട്ടി കൂട്ടുവന്നു. അപ്പോഴാണ് ആക്സിൻ പിടിച്ച് നിൽക്കുന്ന ജൂഹിയോനെ കാണുന്നത്. അവൻ ആണ് അതിന്റെ പിറകിലെന്ന് മനസ്സിലായി. നിനക്കതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഗോൾഡൻ ആക്സ് യൂസ് ചെയ്ത് പവറിൽ ആ സോഡ് എവിടെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കുകയാണ്. അത് കണ്ടുപിടിച്ചു, അത് എടുക്കുവാണ്. അത് കൈക്കലാക്കി നിൽക്കുന്നു. കൊള്ളാം, നീ കണ്ടുപിടിച്ച് എൻ്റെ യഥാർത്ഥ പവർ കിട്ടാൻ 10 ഹ്യൂമൻസിന്റെ ബ്ലഡ് താ, എന്നാൽ ബ്രോക്കണായ സോഡ് അത് ശരിയാകും എന്ന് ആ റെല്ലിക്ക് പറയാണ്. എന്താ ടെസ്റ്റാണോ? ചിരിച്ചുകൊണ്ട് അതേന്ന് പറയുമ്പോൾ എന്നാ എനിക്കത് വേണ്ട, ഞാൻ ഡൊമിനൻസ് യൂസ് ചെയ്തിട്ട് നിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് അത് ചെയ്യാനായിട്ട് തുടങ്ങി. അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. ലൂഹിയാണ് അത് തന്നെയാണ് ചെയ്യുന്നത്. ആ റെല്ലിക്കിന്റെ അടിമയാകാനില്ല, അവന്റെ അടിമയാകാനാണ് നോക്കണ്ടേ എന്ന പോലെ അവസാനം അവിടെയുള്ള മുഴുവൻ സോഡിൽ നിന്ന് ആ കഴിച്ചു പോലെയുള്ളത് ആ ബ്ലാക്ക് എനർജി, അത് അല്ലെങ്കിൽ ഡാർക്ക് എനർജി അതിനേക്ക് കയറുന്നു. ഒരു വലിയ ബ്രൈറ്റ് അവിടെയുള്ള എല്ലാവരും നോക്കുന്ന അവസാനം അവന്റെ കയ്യിൽ ഒരു കിട്ടിലെ സോഡായിട്ട് മാറി. അതുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് റോയ് കെൻഷി. അതിനുശേഷം അവരോരോരുത്തരായിട്ട് പിന്നെ കയറാനായിട്ട് തുടങ്ങി. ഒന്നും അറിയാത്ത പോലെ റോയ് കെൻഷിയും പോകാൻ നോക്കുന്ന എന്നാ പിടിച്ച് നിന്നെ ഇവിടെ ക്ഷണിച്ചില്ല, അതിന് അവൻ നിനക്ക് നല്ല ടാലന്റ് ഉണ്ട്, നീ നമ്മുടെ കൂടെ ചേരി, നിനക്ക് വേണ്ടത് തരും. അവരുടെ കയ്യിൽ പ്രൊഫസർ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗൈഡും ഉണ്ട്. രണ്ടു ഉപയോഗിച്ച് നിനക്ക് ഒരുപാട് സമ്പാദിക്കാം. അതിന് ഫ്യൂച്ചർ ഗൈഡ് അതിന്റെ ഓണറിന് മാത്രമാണ് യൂസ് ചെയ്യാൻ കഴിയുക. അത് നമ്മുടെ ഓർഗനൈസേഷന്റെ സപ്പോർട്ടുണ്ട്. കേട്ടിട്ട് കൊള്ളാലോ, അവരെല്ലാം കയറിയെന്ന് പറയാം. അവിടെ അതെ കൊള്ളാലോ,
നമ്മുടെ ഓർഗനൈസേഷന്റെ പേരാണ് TKBM. അടിപൊളി. റിവഞ്ച് ചെയ്യാൻ നിൽക്കുന്ന അവന്റെ അടുത്ത് തന്നെ ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് നിന്നെ TKBM അവരോട് പറ വന്ന് ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ആ ടോംബ് സീൽ ചെയ്യാനായിട്ട് പറഞ്ഞു. അവനൊന്നും ചെയ്യാൻ കഴിയാതെ അവിടെ ഡെഡാകുക എന്ന പോലെ അത് ന്യൂസിലെ വന്ന് പെട്ടെന്നുണ്ടായ എർത്തുക്കിൽ വീടായ കാര്യങ്ങൾ നടന്നു. കുറെ പേർക്ക് പരിക്ക് പറ്റി. അവരെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യണം. ഒരാള് റിപ്പബ്ലിക് ഓഫ് വെന്റ് എന്നറിയപ്പെടുന്ന ഒരുത്തനെ അവിടെ കാണുവാനില്ല. അയാൾ ഡെഡായി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട തേജുനോണ് ഇതെങ്ങനെ ന്യൂസുകാർക്ക് റെലിക്ക് ടോമിനെ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്നൊക്കെ പറയണ്. അതൊരു ജാപ്പനീസുകാരൻ വഴിയാണ് എന്ന് പറയുന്നുണ്ട്. റോയിന്റെ കാര്യം ഒരു വിഷയമായി. ഇത് കൊറിയ വിട്ടു പോകാതിരുന്നതല്ലേ എന്നൊക്കെ കമാൻഡറിനെ പോലുള്ള അയാളോട് ചോദിക്കുക. ഇത് നമ്മുടെ കൺട്രോളിൽ ഇപ്പൊ നിൽക്കുന്നില്ല. നമ്മൾ കൊറിയയിലുള്ള പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുന്നു. അങ്ങനെയൊക്കെ അത് പുറത്തു പോകുന്നുണ്ട്. അത് മനസ്സിലാക്കി ഓരോരുത്തർ ചെയ്യുന്നു. അതല്ല നീയല്ലേ ഹെഡ്, നീയല്ലേ കൊറിയൻ അവനെ നോക്കേണ്ടിയിരുന്നു എന്നൊക്കെ തിരിച്ച് അവന് സോറി പറഞ്ഞു. ഇപ്പൊ എല്ലാം ശരിയാക്കാൻ ഫ്യൂച്ചർ ഗൈഡിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് അവനെ ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതങ്ങനെ ആ ഓണറും ആ പേഴ്സണെ മീറ്റ് ചെയ്താലല്ലേ അങ്ങനെ ഒരു ഇത് നടക്കൂ എന്നതിന് അതിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കിയത്. എന്നാ ഒരു ചാൻസ് കൂടി കൊടുക്കുന്ന പറയാണ്. ഓക്കെ എന്ന പോലെ. പക്ഷെ അവൻ ഒരു സ്ഥലത്ത് അവന്റെ കയ്യിൽ നോക്കി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് അഫക്റ്റ് ആയി. അതിന് കാരണം അവന് റെലിക്ക് ഡൊമിനൻസ് വഴി ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതുകൊണ്ട് അതിന്റെ അറ്റാക്ക് അവന്റെ ബോഡിയിലേക്കാണ് അഫക്റ്റ് ആവുന്നത്. അപ്പോഴാണ് ടോംബ് റൈഡ് റിവാർഡായിട്ട് ഒന്ന് കിട്ടുന്നത്. പാത്ത് ഓഫ് ഡൊമിനൻസും പാത്ത് ഓഫ് അഫിനിറ്റി. ഏതെടുക്കുന്നു നിനക്കറിഞ്ഞൂടെ. ഡൊമിനൻസ് റിവാർഡ് എന്നാ ഇപ്പൊ കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് പോയി. അവന് വെയിറ്റ് ചെയ്ത് എന്നാ ഒന്നും വന്നില്ല, ഒന്നും വന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ഒത്തം നോക്കിയിട്ട് പോക്കറ്റിൽ തപ്പുമ്പോൾ ഒരു പില്ല്. ഇതെന്താ ഡെഡായ എന്റെ വിധി ഇതാണ് എന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുന്നു. അവന്റെ ബോഡി ഇമ്മ്യൂണിറ്റിക്ക് പെട്ടെന്ന് മാറ്റം ഉണ്ടായി. അവന്റെ പരിക്കെല്ലാം പെട്ടെന്ന് മാറി. അവന് ടോളറൻസ്. അവൻ ആലോചിക്കുന്നത് റെലിക്ക പോയിസൺ ന്യൂട്രലൈസ് ചെയ്യുന്നത് ഒരു നല്ലൊരു സ്കില്ല് തന്നെയാണ്. കാക്ക അവൻ എപ്പോഴും നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോഴുണ്ട് ഒരു ഇൻഫർമേഷൻ. എസ് റാങ്ക് റെലിക്ക് നിന്നെ മാർക്ക് ചെയ്തു. നിന്റെ ഫ്യൂച്ചർ റീഡ് ചെയ്യുന്നുണ്ട്. അവനത് എന്നെ ഫൈൻഡ് ചെയ്യണം എന്നാണ്. ഷോലിയങ് ഫ്യൂച്ചർ ഗൈഡ് അത് ടോംബിൽ ക്രിയേറ്റ് ആയതല്ല. അതിന്റെ ഓണറിനെ സ്വയം തിരഞ്ഞെടുത്തു. ഇപ്രാവശ്യം അത് സസാക്കി യുക്ക എന്ന ഒരു റിപ്പബ്ലിക് ഓഫ് ബെൻഡ് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കയ്യിലാണ്. ആ ഓർഗനൈസേഷൻ അവളുടെ ആ ബുക്കിനെ പറ്റി മനസ്സിലാക്കി അവൾക്ക് ഓഫർ കൊടുത്തു. അങ്ങനെ ഹാപ്പി എൻഡിങ് ആയി പോയി. എന്നാൽ പിന്നെ അവള് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യാതായതും ആ ഏൻഷ്യന്റ് ബുക്ക് മനസ്സിലാക്കാൻ നോക്കി അവസാനം സ്ട്രോങ് ആയ പ്രൊഫസർ അലിക്ക് വന്ന് അവളെ കൊണ്ടു. അങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഉണ്ടായത്. ഈ സമയം അവള് TV കണ്ടിരിക്കെ അവളോട് അറിയിലേക്ക് വായിക്കാനായിട്ട് പറയുന്നുണ്ട്. അവൾ ഇത് എന്ത് പാടാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവളെ വിളിച്ചുകൊണ്ട് പേടിച്ചു മാറി. കാരണം അവൾ ഡെഡാകാൻ പോകുന്നു എന്നായിരുന്നു അതിലുണ്ടായിരുന്നേ. അവനവിടെ ഒരു സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതിഷ്ടമായത്. അവരെന്തിനാ വെയിറ്റ് ചെയ്യുന്നേ എന്ന പോലെ പുറത്തുള്ളവരെ ആലോചിച്ചിട്ട്. അതേസമയം പുറത്തുള്ളവരാകട്ടെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കാരണം അവൻ വന്നിരിക്കുന്നത് അവളെ തേടിയാണ്. അവളെ കൊല്ലാൻ വന്നിരിക്കുന്നത് ഇവനാണ് എന്ന് കരുതിയാണ് നിൽക്കുന്നേ. അവളെ പഠിച്ചിട്ട് അവൻ എന്നെ കൊല്ലില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, അതിനു മുമ്പ് നമ്മൾ വന്നോളാം, നീ നല്ലൊരു അവസരം നോക്കിത്താ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കയറ്റി വിട്ടു. എന്നാൽ അവനെ കണ്ടിട്ട് അവൾക്ക് വളരെ ഇഷ്ടമായതുപോലെ അവൻ മനസ്സിൽ ആ ബുക്ക് ഓണർ നേരിട്ട് വന്ന് കൊള്ളാലോ. അവന് റെഡിയായി. കാരണം പുറത്തുള്ളവർ ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ വരുമെന്ന് അവനറിയാം. എന്നാൽ പുറത്തുള്ളവരായിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇല്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ നോക്കുമ്പോഴേക്കും അവൾ ഡോർ അടച്ചു. എല്ലാണോ ഷോക്ക്. അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായതുപോലെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുള്ളവർ കേൾക്കും എന്ന് പറഞ്ഞിട്ട് ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നാൽ അത് ജാപ്പനീസ് ആണ്. അവന് ഒരു തേങ്ങ മനസ്സിലില്ല. ഇതെന്ത് ലാംഗ്വേജ്, എന്നെ ഫ്ലേർട്ട് ചെയ്തതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇതെന്റെ അവസരമാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചെന്തോ കാണിച്ച് അവളത് കണ്ടിട്ട് വളരെയധികം ഹാപ്പി ആയിട്ട് വേറെ ലോകത്തേക്ക് പോയി. അവരെ ഡോർ തുറന്ന് പോകാൻ നിൽക്കുമ്പോഴേക്കും അതും പൊട്ടിച്ച് അവരെല്ലാം ലോക്കാക്കിയിട്ട് ഇവിടെ കൊള്ളില്ല, നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് ഡേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് പോയി. ഫ്യൂച്ചർ ഏകദേശം മനസ്സിലാക്കുന്ന റെലിക്ക് ഓണറും ഫ്യൂച്ചർ ഓൾറെഡി എല്ലാം അറിയാവുന്ന കറക്റ്റായിട്ട് അറിയാവുന്ന നമ്മുടെ ഹീറോയും അവര് പോവുകയാണ്. ഇനി ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാത്ത TKBM നമ്മളും അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇതൊക്കെ വന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.